അങ്ങനെ ആകെ മൊത്തം നാണം കെട്ടുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് രാജിവെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും കരുതുന്നത് പോലെ കുറ്റം ചെയ്തത് കൊണ്ടോ പാർട്ടി പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ ഈ ഒരു തീരുമാനം. അത് ഇടത് സർക്കാരിന് പ്രതിപക്ഷത്തെ തല്ലാൻ ഒരു വടി നമ്മളായിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്ത് നല്ല ന്യായമല്ലേ. സത്യം പറഞ്ഞാൽ നിലവിൽ കോൺഗ്രസിനെ ഭാവിയിൽ നയിക്കാൻ ഉശിരുള്ള രണ്ടുപേരെ തോന്നിയിട്ടുള്ളത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. അതിൽ രാഹുൽ ആണെങ്കിൽ നല്ല ഉശിരുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നന്നായിട്ട് അറിയുന്ന, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. ആകെ ഒരു പ്രശ്നമേ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളൂ. രാത്രിയായാൽ പകലുള്ള പ്രവർത്തനത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കാനാണ് പുള്ളിക്കിഷ്ടം. അതിനുവേണ്ടി പകൽ പാർട്ടി തള്ളിപ്പറഞ്ഞ നേതാവിനെ തലയിൽ മുണ്ടിട്ട് പോയി കാണും. സ്ത്രീകളുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തി സംസാരിക്കും. അങ്ങനെ കുറച്ച് പോരായ്മകൾ മാത്രമേ പുള്ളിക്കാരനുള്ളതായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ല, ഇതൊരു കുറ്റമൊന്നുമല്ലല്ലോ. രാഹുലിനൊരു അബദ്ധം പറ്റി. പുള്ളിയുടെ ഭാഷയിൽ അബദ്ധമല്ല, മറിച്ച് ഓവർ കോൺഫിഡൻസ് ആണ്. ഒരു യുവനടിക്ക് കുറച്ച് മെസ്സേജുകൾ അങ്ങ് അയച്ചു. വെറും മെസ്സേജ് അല്ല, സംഗതി ഒരു അല്പം ഹോട്ടാണ്. വേണ്ട വേണ്ട എന്നാ കൊച്ചു 100 തവണ പറഞ്ഞിട്ടും കേട്ടില്ല. ഒടുക്കം കൊച്ചു കയറി പരാതി കൊടുത്തു. രാഹുൽ അങ്ങ് ഫേമസ് ആയി. കഴിഞ്ഞ ദിവസമാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ് റിനി ആർ ജോർജ് എന്ന യുവനടി ആരോപണം ഉന്നയിച്ചത്. മാധ്യമ ശ്രദ്ധയോ രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് റിനി കാര്യങ്ങൾ പറഞ്ഞത്. സോഷ്യൽ മീഡിയ വഴി 3.5 വർഷം മുൻപ് ടിയാൻ മെസ്സേജ് അയപ്പ് തുടങ്ങിയതാണ്. ശേഷം ജനപ്രതിനിധി ആയെങ്കിലും മെസ്സേജ് അയപ്പിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് വെച്ച് ഇനിയും ഇത് നിർത്തിയില്ലെങ്കിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്തേലും ചെയ്യുമെന്ന് പറഞ്ഞ് വാശി കൂട്ടി. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരനെ കൊണ്ട് മറ്റ് ബഹളങ്ങളൊന്നുമില്ലത്രേ. കുറച്ച് അശ്ലീല മെസ്സേജുകൾ അയക്കും. ഇടയ്ക്ക് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കും, അത്ര തന്നെ. കഴിഞ്ഞ ദിവസം റിനി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് റിനിയുടെ വായ മുടി കെട്ടാമെന്ന് കരുതിയിരുന്നപ്പോഴതാ അടുത്ത പരാതി. അടുത്തത് സഹപ്രവർത്തകയാണ്. ചുമ്മാ പറയുക മാത്രമല്ല, സുന്ദരിയ, നമ്പറുത എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇരക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് കുഞ്ഞനിയൻ്റെ തമാശ എന്ന പേരിൽ ആ ചേച്ചി അങ്ങ് പോസ്റ്റ് ചെയ്തു. തീർന്നില്ലേ പൂരം, ഇനി എന്ത് പറഞ്ഞു ഊരിപ്പോരും. ആകെ ഒരു പ്രതീക്ഷ VD സതീശനിലായിരുന്നു. പുള്ളിക്കാരനാണ് PV അൻവറിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ ഒന്ന് ഓങ്ങി വെച്ചിരുന്നതാ. ഇതുകൂടെ ആയപ്പോൾ ജന്താച്ച ചെയ്യ് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് കാലുമാറി. അങ്ങനെ VD സതീശനും കൈയൊഴിഞ്ഞതോടുകൂടി നമ്മുടെ നായകൻ തകർന്ന് തരിപ്പണമായി എന്നും പോയ മാനത്തേക്കാൾ വലുതല്ലോ സ്ഥാനം എന്ന് കരുതി രാജിവെച്ചു എന്നുമാണ് ഒരു കരക്കമ്പിയുള്ളത്. പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് സതീശനും പറഞ്ഞത്. മാത്രമല്ല, യുവനടി തന്നോട് പരാതി പറഞ്ഞിരുന്നതായും അവളെ ഒരു മകളായി കണ്ടുകൊണ്ട് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കെയർ ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു മെസ്സേജിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലെങ്കിലും വേണ്ട നടപടി എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവും രാഹുലിനെ പുറത്താക്കണമെന്ന് ഹൈക്കമാൻഡും പറഞ്ഞതോടുകൂടി എല്ലാം കയ്യിൽ നിന്നും പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയും നാണം കെട്ട സ്ഥിതിക്ക് പിടിച്ചു പുറത്താക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് രാജി എന്നാണ് രാഹുൽ ജിയുടെ ഒരു ന്യായം.